ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ സംരക്ഷകൻ അല്ലാഹ് എന്ന് പറയുകയും സുമ്മസ്തഖാമു പിന്നീട് നേരെ ചൊവ്വേ ഇസ്തിഖാമത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവർ. ഇസ്തിഖാമത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞത് യസ്തഖീമു അലൽ അംരി വന്നഹി, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവൻ്റെ നിരോധനകൾ ജീവിതത്തിൽ നിന്നും ബാൻ ചെയ്തുകൊണ്ട് അകന്നു നിന്നുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക, പരിധി ലംഘിക്കാതിരിക്കുക. ഇതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുകയും ചെയ്താൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മരണസമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ മാലാകമാർ അവരിലേക്ക് ഇറങ്ങി വരും. തതനസ്സലു അലൈഹിമുൽ മലായിക, അവര് പറയും അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ദുഃഖിതരാവരുത്. വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾ സന്തോഷവാന്മാരായിരിക്കണം, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകുന്നതാണ്. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങളോട് തരാമെന്നേറ്റ, പ്രോമിസ് ചെയ്ത, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗമില്ലേ, ആ സ്വർഗം നിങ്ങൾക്ക് അല്ലാഹു നൽകുമെന്ന് ഹാപ്പി ന്യൂസ് നൽകിക്കൊണ്ട് ഒരു പറ്റം മലക്കുകൾ ഇറങ്ങും. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വരുന്നു, അവർ 500ഓളം മലക്കുകളാണ്. അവരുടെ നേതാവ് മലക്കുൽ മൗത്ത് അസ്റായീൽ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കാറിൽ വെച്ചൊരു സുഹൃത്ത് പറഞ്ഞു, വേറെ ആരുമല്ല, നമ്മുടെ വൈസ് പ്രസിഡന്റ്, എന്താ പേര്, അമീർ അല്ലേ, അമീർ സാഹിബിനോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞെന്ന് ഷമ്മാസ് ഉസ്താദിനോട് പറയണം, നരകം പറഞ്ഞ് പേടിപ്പിക്കരുത്. നമ്മുടെ ഈരാറ്റുപേട്ടയിൽ നിന്നൊരു സംഘം ഇവിടെ പോയി, നമ്മുടെ ഏർവാടി മുത്തുപേട്ടയൊക്കെ പോയി, ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ പോയപ്പോൾ അവരാദ്യം തന്നെ ഒരു CD ഇട്ടു. CD ഉള്ള കാലത്താണ്, ഇപ്പം CD ഇച്ചിരി പുറകിലാണല്ലോ, CD ഇല്ല, ചില വീടുകളിലൊക്കെ കാണും ഇങ്ങനെ. അപ്പോൾ ആ ബസ്സിൽ ആദ്യം ഇട്ട CD മരണം എന്ന CD-യാണ്. അത് ഈ സാധുവിൻ്റെ ഒരു CD ആയിരുന്നു. അതിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുറകിൽ ആളുകൾ പറഞ്ഞു അത് ഇടണ്ട, ഓഫാക്കി. കാരണം നമ്മൾ ഏർവാടിക്കാ പോകുന്നതെങ്കിലും ഒരു ചില ആളുകളൊക്കെ ഒരു ഉല്ലാസയാണല്ലോ, അങ്ങനെയാണല്ലോ കാണുന്നത്. യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ഉല്ലാസമാണല്ലോ, റിഫ്രഷ്മെൻറ്റ്. അതെ, ഈ മരണമൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുന്നു. പേടിക്കാതിരിക്കാൻ പറ്റുമോ? മരിക്കൂലേ? മരിക്കും. ആ മരണത്തിന് വേണ്ടി ഒരുങ്ങണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അർശിൻ്റെ തണൽ തന്ന് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ടവരെ, സ്വർഗം അതാഗ്രഹമില്ലാത്ത ആരുമില്ല. 8 സ്വർഗങ്ങളുണ്ട്. ഏറ്റവും ഉയർന്ന സ്വർഗം ഏതാ? ഫിർദൗസ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട്, ഇദാ സഅൽതുമുല്ലാഹ അൽ ജന്ന ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുന്നെങ്കിൽ ഫിർദൗസ് ചോദിക്കണം. ഫഇന്നഹു അഅലൽ ജന്ന വമിൻഹു തഫ്ജുറു അൻഹാറുൽ ജന്ന, ഏറ്റവും ടോപ്പാണത്, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമാണത്. അതുപോലെ ആ സ്വർഗത്തിൽ നിന്നാണ് സ്വർഗീയ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. വഫൗകഹു അർശുർ റഹ്മാൻ. കണ്ടോ, ഫിർദൗസിൻ്റെ മീതെ ഇനി ഒന്നേ ഉള്ളൂ, അത് അള്ളാഹുവിൻ്റെ അർശ. അള്ളാഹുവിൻ്റെ അർശാണ് ദൈവിക സിംഹാസനം. അർശിൻ്റെ തൊട്ടു താഴെയാണ് ഫിർദൗസ്. മാഷാ അല്ലാഹ്. ഒന്ന് ഇമാജിൻ ചെയ്തേ, ഒന്ന് കൽബ് വൃത്തിയായിട്ടൊന്ന് തുറന്നേ. ഒന്നാനാകാശം, രണ്ടാനാകാശം, ഓരോ ആകാശത്തിൻ്റെയും ഇടയിൽ 500 വർഷത്തെ വഴിദൂരം, സപ്തവാനങ്ങൾ. സങ്കല്പിക്കുന്നുണ്ടോ? ഉണ്ടോ? സപ്തവാനങ്ങൾ, അതിന് മുകളിൽ 7-ാം ആകാശത്തിൻ്റെ മുകളിൽ ബൈത്തുൽ മഅമൂർ,
ഒന്ന് സങ്കല്പിച്ചേ. എല്ലാ ദിവസവും 70,000 മലക്കുകൾ ആ ഭവനത്തിലേക്ക് വരുന്നു. വന്ന മലക്കുകൾ പിന്നീട് വരുന്നില്ല. ബൈത്തുൽ മഅമൂർ, അവിടെ നിന്നും കുറച്ചും കൂടി മുകളിലോട്ട് പോയാൽ സിദ്റത്തുൽ മുന്തഹ. സുബ്ഹാനല്ലാഹ്, സിദ്റത്തുൽ മുന്തഹയുടെ അടുക്കലാണ് ഒരു സ്വർഗം, ജന്നത്തുൽ മഅവ അല്ലേ? ഇന്ദഹ ജന്നത്തുൽ മഅവ. അല്ലാഹു തആല പടച്ചോ നമുക്ക് സ്വർഗത്തിലൊന്ന് കടന്നുകൂടാൻ തൗഫീക്ക് തരട്ടെ. ബംഗ്ലാവും കോട്ട കൊത്തളങ്ങൊന്നും കിട്ടിയില്ലെങ്കിലും ആ കാമ്പൗണ്ടിലൊന്ന് കയറിയാൽ മതി അല്ലേ? കാരണം നമ്മുടെ കയ്യിൽ പൊട്ടിപ്പൊളിഞ്ഞ അമലുകളേ ഉള്ളൂ, പൂർണ്ണമായ അമലുകളില്ല നമുക്ക്. ഇബാദത്ത് ന്യൂനത. ആവശ്യത്തിന് ദിക്റുണ്ടോ? ആവശ്യത്തിന് ദാനധർമ്മങ്ങളുണ്ടോ? ചിന്തിച്ചു നോക്കൂ. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീ ഒരു പാസ് താ മന്നാനെ, അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ഖാലഹു തഴവ. ഇതാരാ പറഞ്ഞത്? തഴവ ഉസ്താദ്. തഴവ ഉസ്താദിനെ പറയാതെ ഒരൊറ്റ വാലും പൂർണ്ണമാവില്ല അല്ലേ? അല്ലേ? കണ്ടിട്ടുണ്ടോ തഴവ ഉസ്താദിനെ? ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ നിങ്ങൾ? അല്ലാ, എനിക്ക് 11 വയസ്സുള്ളപ്പോൾ ഞാൻ തഴവ ഉസ്താദിൻ്റെ വാള് ഈരാറ്റുപേട്ടയിൽ ഇതുപോലെ നിങ്ങളിരിക്കും പോലെ സദസ്സിൻ്റെ മുന്നിലിരുന്ന് കേട്ട കുട്ടിയാ. മനസ്സിലായില്ലേ? അല്ലാഹു തആല ആ ഖബർ വിശാലമാക്കട്ടെ. മൗത്തിൻ്റെ നേരം മുഅ്മിനായി മരിപ്പിക്കണേ, സമയം ഷഹാദത്തെന്ന നിധിയും നൽകണേ. രക്ഷപ്പെട്ടില്ലേ? മുഅ്മിനായി മരിക്കണം, സമയം ഷഹാദത്തെന്ന നിധി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എൻ്റെ പിതാവ് മരണപ്പെട്ടിട്ട് 4.5 മാസമാകുന്നു. ഉമ്മ 2 ആഴ്ച മുമ്പാണ് ഇദ്ദയിൽ നിന്ന് വിരമിച്ചത്. ബാപ്പയുടെ അവസാന സമയം ഞങ്ങൾ മക്കളും പുത്രന്മാരും പുത്രകളത്ര. ബാപ്പച്ചിക്ക് 34 പേരക്കുട്ടിയുണ്ട്. മക്കളല്ല, പേരക്കുട്ടികൾ 34-35. മക്കൾ 10 മക്കളാണ്. ജ്യേഷ്ഠൻ കുറച്ച് മുമ്പ് ആദ്യം മരിച്ചുപോയി. 9 മക്കൾ നിലവിലുണ്ട്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് മരണം കണ്ടിട്ടുണ്ട്, ഒരുപാട് സക്രാത്തുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പല രൂപത്തിലാണ് പലരുടെയും ഫിറാഖ് അവസാനം അല്ലേ? നിങ്ങൾ മരണം ആസന്നമായവരുടെ അടുക്കൽ ചെല്ലണം, അത് കാണണം. എന്തിന്? നമ്മുടെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാക്കാൻ. അപ്പോൾ സക്കറാത്ത്, ആക്കിബത്ത്, പര്യവസാനം പലരുടെയും പല വിധത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം, അല്ലാഹുവേ കടത്തി വലക്കല്ലേ അല്ലേ? ശയ്യയിൽ മലമൂത്രം വിസർജിച്ച് മറ്റുള്ളവർക്ക് പ്രയാസം കൊടുത്തുകൊണ്ട് അല്ലാഹുവേ മാസങ്ങളും ദിവസങ്ങളും എണ്ണപ്പെട്ട് കാത്തിരിക്കുന്ന ബന്ധുക്കൾ കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ അറുത്തു കൊടുക്കും. എന്താ അറിയാമല്ലേ? അത്രമാത്രം അദ്ദേഹം ബുദ്ധിമുട്ടുന്നു. അല്ലാഹുവേ ഞങ്ങളെ നീ ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കറാത്തിൻ്റെ സമയം പിതാവ്, എൻ്റെ അനുജൻ ഒരു മുസ്ലിയാരുണ്ട്, സവാദുൽ കാസിമി. അദ്ദേഹം 11 വർഷമായി ഉംറയ്ക്കൊക്കെ കൊണ്ടുപോവുകയാണ്. അദ്ദേഹം സൂറത്തുർ റഅദ് ഓതാൻ തുടങ്ങി. റഅദ് ഓതി 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 വരുന്നതിനനുസരിച്ച് പ്രിയപ്പെട്ടവരെ, ആ സക്കറാത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ വന്നു. സ്വർഗത്തെ പറ്റി മസലുൽ ജന്നത്തില്ലത്തി വഉദൽ മുത്തഖൂൻ ആയത്തിലെത്തിയപ്പോൾ, സ്വർഗത്തെ പറ്റി പറയുന്ന ആയത്തിലെത്തിയപ്പോൾ പിതാവിൻ്റെ കണ്ണു തുറന്നു, ഒന്ന് നെടുവീർപ്പിട്ടു, അല്ലാഹ് എന്നൊരു വിളി വിളിച്ചു. ആ കഴുത്ത് വലതുഭാഗത്തേക്ക് ചാഞ്ഞു.
നമുക്ക് തൗഫീക്ക് നൽകട്ടെ.